കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായി ഗവർണറും തൊപ്പിയും എന്ന നാടകം കളിക്കുന്നതിന് ഭാഗിക വിലക്ക്. ബി.ജെ.പി. നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആർ.ഡി.ഒയാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഭരണഘടനാ പദവികളിലുള്ളവരെ അവഹേളിക്കുന്ന വിധമുള്ള സംഭാഷണങ്ങൾ പാടില്ലെന്ന് ആർ.ഡി.ഒ അറിയിച്ചതോടെ ഇന്ന് നാടകം കളിക്കുന്നത് നാടകസമിതി ഉപേക്ഷിച്ചു. ജർമ്മൻ ഒപ്പേറ വില്യം ടെല്ലിന്റെ കഥയുടെ ദൃശ്യാവിഷ്കാരമാണ് നാടകമെന്നും കഴിഞ്ഞ സെപ്റ്റംബറിൽ നാടകം അരങ്ങേറിയതാണെന്നും നാടകസമിതി പ്രവർത്തകർ അറിയിച്ചു. നാടകം നിരോധിച്ചതിനെതിരെ പ്രവർത്തകർ ഒത്തുകൂടി പ്രതിഷേധിച്ചു. സംഘടനയൊന്നുമില്ല, അവർക്ക് അന്യം നിന്ന് പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നാടകം തുടങ്ങണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്തൊരു നാടകം ഇരിപ്പുണ്ട്, നോക്കട്ടെ. അപ്പോൾ അവർക്ക് പറഞ്ഞത് 3/4 മണിക്കൂർ നാടകം മതി, കാരണം ഇത് മത്സര നാടകത്തിന് കൊടുക്കാനുള്ള സംഭവം. അങ്ങനെ ഞാൻ ആ നാടകം തപ്പിയെടുത്തു, ഇവരെ കൊണ്ടുവന്ന് കാണിച്ചു, മീറ്റിങ്ങിൽ വെച്ചു, കമ്മിറ്റി കൂടി, അത് വായിച്ചു, അവർക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ നാടകത്തിൻ്റെ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ ഈ ഗവർണറും തൊപ്പിയും എന്ന് പറഞ്ഞാൽ നാടകം അവർക്ക് സ്വീകാര്യമായി. അത് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അത് അവതരിപ്പിച്ചു. 3 മാസത്തെ റിഹേഴ്സൽ നടത്തി അത് അവതരിപ്പിച്ചു. അതിന് ശേഷമാണ് 2ാമത്തെ സ്റ്റേജിന് വേണ്ടിയിട്ട് കാർണിവൽ കമ്മിറ്റിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നിട്ട് അവർ നമുക്ക് സ്റ്റേജ് തന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഈ നാടകം നേരത്തെ എവിടെയായത് അവതരിപ്പിച്ചത്? അത് ഞങ്ങൾ ചുള്ളിക്കൽ ബദ്ലഹേം ഹാൾ അവിടെ വെച്ചിട്ടായിരുന്നു സെപ്റ്റംബർ 22-ാം തീയതി ആ നാടകം അവിടെ